നമസ്കാരം, ഞാൻ ജിജി മാരിയോ. ജീവിതത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്നുകിൽ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട്, മക്കൾ അപ്പനും അമ്മയോടും അപ്പനും അമ്മയും മക്കളോട് എന്തെങ്കിലും ഒരു പാഴ്വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം. ഒരു നടന്ന സംഭവമാണ്, ഒരു പരീക്ഷണമാണ്. ഒരു പക്ഷേ നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഒരു മനുഷ്യൻ ഒരു ദിവസം രാവിലെ ഈ ആപ്പിൾ രണ്ടായിട്ട് കട്ട് ചെയ്തു. രണ്ടായിട്ട് മുറിച്ചിട്ട് അത് രണ്ട് മുറിയിലായിട്ട് സൂക്ഷിച്ചു. ഒരാപ്പിളിൻ്റെ അടുത്ത് എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ചെന്നിട്ട് പറയും, യു ആർ സോ ക്യൂട്ട്, സോ ബ്യൂട്ടിഫുൾ, ഐ ലവ് യു. എന്ത് രസമാണ് നിന്നെ കാണാൻ, എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ, എത്ര മധുരമാ നീ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആപ്പിൾ എപ്പോഴും തലോടിയിട്ട് ആ മുറിയിൽ വെക്കും. അതേസമയം മറ്റേ റൂമിൽ പോയിട്ട് മറ്റേ പകുതി ആപ്പിളിൻ്റെ അടുത്ത് പോയിട്ട് പറയും, എപ്പോഴും മോശമായിട്ട് സംസാരിക്കും, ചീത്ത വിളിക്കും, നിന്നെ ഒന്നിനും കൊള്ളില്ല, എന്താണ് നീ വേസ്റ്റാണ്, ഭയങ്കര കയ്പാണ്, പുളിപ്പാണ്, നീ മന്ദബുദ്ധിയാണ്, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശം വർത്താനം പറയും. അങ്ങനെ ഏകദേശം എല്ലാ ദിവസവും 3 പ്രാവശ്യം ചെയ്യും കേട്ടോ, 3-4 പ്രാവശ്യമൊക്കെ. ഏകദേശം ഒരു 10-20 ദിവസം കഴിഞ്ഞു പോയി. 10-20 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ പതിവ് പോലെ തന്നെ ആദ്യം കണ്ട ആപ്പിളിൻ്റെ അടുത്ത് ചെന്നു. വീണ്ടും ഇങ്ങനെ സോഫ്റ്റായിട്ട് സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ആപ്പിൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. 20 ദിവസം കഴിഞ്ഞിട്ടും 20-10-20 30 എനിക്കറിയില്ല, വ്യക്തതയില്ല, 30 ദിവസമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞപ്പോഴേക്കും ആപ്പിൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു, വലിയ കേടുപാടൊന്നും ഇല്ല. അതേസമയം എപ്പോഴും ചീത്ത വിളിച്ച് സംസാരിച്ചിരുന്ന ആ ആപ്പിളിൻ്റെ മുറി ഒന്ന് തുറന്നു നോക്കി, ആപ്പിൾ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കരിഞ്ഞുണങ്ങി വാടിത്തളർന്ന് ചുങ്ങിക്കിടക്കാണ് ആപ്പിള്. അപ്പോൾ ഇതൊരു പരീക്ഷണമായിരുന്നു. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കിയെന്ന് അറിയാമോ? ജീവനില്ലാത്ത ഒരു വസ്തുവിനെ പോലും നമ്മൾ പറയുന്ന വാക്കുകൾ എപ്രകാരമാണ് എഫക്റ്റ് ചെയ്യുകയെന്ന് ഈ ഒരു പരീക്ഷണത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. അപ്പോൾ ജീവനില്ലാത്ത ഒരു വസ്തുവിനെ നീ മന്ദബുദ്ധിയാണ്, നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ അത് ആകെ വാടി തളർന്ന് ചുങ്ങി ശോഷിച്ചു പോയി. അതേസമയം നീ കൊള്ളാം, നീ സോ സ്വീറ്റാണ്, ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്നേഹിച്ച് പാമ്പർ ചെയ്തപ്പോഴത്തേക്കും അത് ഒട്ടും വലിയ കേടുപാടുകളില്ലാത്തതിന് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ജീവനുള്ള നമ്മൾക്ക് നിങ്ങളൊരാളോട്, ഒന്നുകിൽ നിങ്ങളുടെ അപ്പനോ അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, എടി മന്ദബുദ്ധി, നിന്നെ ഒന്നിനും കൊള്ളിലടി, നീ വേസ്റ്റാടി, നിന്നെ കിട്ടിയ അന്നു മുതലാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരാജയം, നീ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് എന്നൊക്കെ നമ്മൾ പങ്കാളികൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ എത്രമാത്രം അവരുടെ ഹൃദയത്തെ എഫക്റ്റ് ചെയ്യുമെന്ന് ചിന്തിച്ചു നോക്കി. അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടോ, പ്രത്യാശയുണ്ടോ? അവരാകെ നിരാശയിലോട്ട് പോവാണ്. അതിന് പകരം മറിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് യു ആർ സോ ക്യൂട്ട്, സോ ബ്യൂട്ടിഫുൾ, എന്ത് രസമാണ്, നീ നല്ല ഭംഗിയാണ്, ഒരു കുഴപ്പമില്ലേടി, ഇതൊക്കെ ശരിയാവൂടി എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിപ്പിച്ച് ഒരു എൻകറേജ് ചെയ്യാൻ, ഒരു സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നും അവൾ അല്ലെങ്കിൽ അവൻ ഫ്രഷ് ആയിട്ടുണ്ടാവും, ജീവനോടെ ഇരിക്കും, ലൈവായിട്ടിരിക്കും, ഭയങ്കര ഹോപ്പ്ഫുള്ളി നമുക്ക് ജീവിക്കാൻ ഒരു പ്രത്യാശ നമുക്ക് തരും. അതുകൊണ്ട് ജീവനില്ലാത്ത വസ്തുവിനോട് പ്രതികരിച്ചപ്പോൾ 2 തരത്തിൽ പ്രതികരിച്ചപ്പോൾ എങ്ങനെയാണ് പരീക്ഷണം നടത്തിയപ്പോൾ വന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ജീവനുള്ള നമുക്ക് അത് എപ്രകാരം യൂസ്ഫുൾ ആക്കണമെന്നാണ് ഞാനിതിൽ ഈ വീഡിയോ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പനും അമ്മയും മക്കളോട് ഇടപെടുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. ചില അപ്പനും അമ്മയും മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുന്നുണ്ട്, എടാ നീ എന്തിനാണ് എൻ്റെ വയറ്റിൽ വന്ന് പിറന്നത്, നീ ഒരു മന്ദബുദ്ധിയാണല്ലോ, അപ്പുറത്തെ വീട്ടിലെ മാത്തുക്കുട്ടീനെ അല്ലെങ്കിൽ ജോസഫ് കുട്ടീനെ നോക്കിയാണ്, അവർക്ക് എന്ത് രീതിയിലാണ് പഠിക്കുന്നത്, അവർക്ക് എന്ത് നല്ല മക്കളാണ്, നിന്നെ കൊണ്ട് എനിക്ക് എന്നും കഷ്ടകാലം, ടീച്ചേഴ്സിൽ നിന്നും വഴക്ക്, നാട്ടുകാരിൽ നിന്നും നിന്നെ കൊണ്ട് ഒരു അപമാനമാണ് ഉണ്ടായിട്ടുള്ളത്, നീ ഇത്രയും പൊട്ടിക്കാളനായല്ലോടെ, ഇത്രയും മന്ദബുദ്ധിയാണല്ലോടാ എന്ന് പറഞ്ഞ് ഒരിക്കലും മക്കളെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. മറിച്ച് അവരെ ചങ്കോട് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കാൻ പറ്റണം. 10 വയസ്സുകാരനായ ഒരു കുട്ടിയാണെങ്കിൽ 35 വയസ്സുകാരനായ ഒരു അപ്പം പോയിട്ട് പറയുകയാണ്, ആ 35 വയസ്സുകാരെ പക്വതയിൽ നിന്നല്ല 10 വയസ്സുകാരൻ കുട്ടിയെ കാണേണ്ടത്. 10 വയസ്സുകാരനായ കുട്ടിക്ക് 10 വയസ്സുകാരൻ്റെ പക്വത മാത്രമേ ഉള്ളൂ. അവരെ ആ പ്രായത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റണം. മറിച്ച് 35 വയസ്സുകാരൻ്റെ പക്വതയിൽ നിന്ന് അവരെ അളന്നിട്ട് ആ പ്രായത്തിൻ്റെ പക്വതയിലോട്ട് അവർ വരണമെന്ന് ചടിക്കുന്നത് അത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് അത് എത്രമാത്രം അവരെ എഫക്റ്റ് ചെയ്യുന്നു നിങ്ങൾക്കറിയില്ല. 10 വയസ്സ് മുതലേ
നമ്മളിങ്ങനെ അവരെ കുറ്റപ്പെടുത്തി പിറുകുറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫോഴ്സ് ചെയ്യുമ്പോൾ അവരുടെ ഹൃദയം തകരുകയാണ്, അവരുടെ ബ്രെയിൻ സെല്ല് ഡെഡ് ആവുകയാണ്, അവർക്ക് ജീവിക്കാനുള്ള പ്രത്യാശ നഷ്ടപ്പെടുകയാണ്, അവരുടെ ജീവിതത്തിൽ നിരാശ കയറി പിടിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തി പാഴ്വാക്കം പറഞ്ഞ് പരാതി പറഞ്ഞ് ഒരാളെ നന്നാക്കാൻ വിചാരിച്ചാൽ, തിരുത്താൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുകയല്ല. അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. മറിച്ച് അവരെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ചങ്കോട് ചേർത്ത് വെച്ചിട്ട് വളരെ കുഴപ്പമില്ല, നീ നല്ല മനോഹാരിയാണ്, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരാണ്, നീ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നീ വളരെ ബോൾഡാണ്, നിനക്ക് ജീവിതത്തിൽ എല്ലാം സാധിക്കും, ഒന്നും നിനക്ക് എല്ലാത്തിനും തോപ്പിക്കാൻ പറ്റും, പൊരുതണം, ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രത്യാശയാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത്. ഈവൻ ഭാര്യ ഭർത്താക്കന്മാരോടാണെങ്കിലും, ഭർത്താവ് ഭാര്യയോടാണെങ്കിലും, മക്കൾ അപ്പനും അമ്മയോടാണെങ്കിലും, അപ്പനും അമ്മയും മക്കളോടാണെങ്കിലും ഈ വാക്കുകൾ മാത്രമേ, എപ്പോഴും പ്രതീക്ഷയുള്ള പോസിറ്റിവിറ്റി നിറഞ്ഞ വാക്കുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അത് തന്നെ അങ്ങനെ ആയിരിക്കട്ടെ, അത് ഫോളോ ചെയ്യട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ. എല്ലാവരെയും സമർത്ഥമായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് മറക്കരുത്. എല്ലാവരെയും സമർത്ഥമായ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.